ഹലോ, എല്ലാവർക്കും 2021 ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇതേപോലത്തെ ഒരു പെയിൻറ്റിൻ്റെ ബോട്ടിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നെക്ക് പോർഷനിൽ ഇങ്ങനെ ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് ലെവലാക്കി എടുക്കുക. അതായത് ബാക്കിയുള്ള പോർഷനായിട്ട് ഇങ്ങനെ ഒപ്പായിട്ട് വരാനാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ക്ലേ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ എന്തിനാ വെറുതെ അങ്ങനെ ക്ലേ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ടിഷ്യൂ പേപ്പറോ ഇതിന് പകരം ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒരേ ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനത്രയ്ക്കും ക്ലേ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ബോട്ടിലിങ്ങനെ മൂടിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അതായത് അതിൻ്റെ മുകൾ വശത്ത്, അതായത് ഏറ്റവും ടോപ്പിലത്തെ ഭാഗം ശരിയായിട്ട് കിട്ടണമെന്നില്ല. നമുക്ക് മൂടിയിട്ടാൽ ശരിയാവില്ല. അപ്പോൾ മൂടിയിടാണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാവും നല്ലത്. എന്നിട്ട് ഫെവിക്രൈലിൻ്റെ മോൾഡിറ്റ് എടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. ഫെവിക്രൈൽ മോൾഡിറ്റ് മിക്സ് ചെയ്യേണ്ടതൊന്നും നമുക്കിപ്പം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട വരില്ല വിചാരിക്കുന്നു. പിന്നെയെന്ന് പറയുമ്പോൾ എന്നിട്ട് അതൊന്നും നന്നായിട്ടൊന്ന് കുറച്ച് ടാൽക്കം പൗഡറൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തി എടുക്കുകയാണ് കേട്ടോ. കനം കുറച്ചിട്ട്, അധികം കനമൊന്നും വേണ്ട, നല്ല കനം കുറച്ചിട്ട് പേനയോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ കനം കുറച്ച് പരത്തിയിട്ട് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫെവിക്കോൾ എടുത്തിട്ട് നമ്മളിതിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആദ്യം ഇതേപോലെ പരത്തി എടുത്തത് ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നടുകുവശത്ത് ഇങ്ങനെ ഒരു ഹമ്പ് പോലെ നമ്മൾ ഉണ്ടാക്കണം. ഹമ്പ് പോലെ പറയുമ്പോൾ അതിൻ്റെ നടുക്ക് വശം ഒന്ന് പൊന്തി നിൽക്കണം. നമ്മൾ പറ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ അമ്പലങ്ങളിൽ പറ വയ്ക്കുന്നതും ഇപ്പോൾ കല്യാണത്തിനായാലൊക്കെ ഇങ്ങനെ പറ വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അതുണ്ടാക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഈ നടുവശം ഒന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സൈസിലാണ് ഒരു ഹമ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ചെയ്യാൻ എളുപ്പത്തിനാണ് ഇതേപോലെ ഒരു വള്ളി പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്ക് വശത്തൊന്നിങ്ങനെ ചെയ്തിട്ട് കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് അതങ്ങോട്ട് നന്നായിട്ട് സ്മഡ്ജാക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് സ്മഡ്ജ് ചെയ്തിട്ട് ലെവലാക്കി എടുക്കുകയാണ്. പടിവശം മുകൾ വശമൊക്കെ നന്നായിട്ട് ഇങ്ങനെ സ്മൂത്തായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം, എങ്കിലേ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ നമുക്ക്. നടുക്ക് വശത്തും അതെ ഒന്നിങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിൽ, അതായത് നടുക്കിലേക്ക് ഒന്ന് ഇതാവുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളത്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചായ കുടിക്കുന്ന മഗ്ഗില്ലേ, അതിൻ്റെ പിടി പൊട്ടിപ്പോയപ്പോൾ ഞാനത് അങ്ങനെ ഇതേപോലെ പറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നല്ല റൗണ്ടിനുള്ള ആ ഒരു പറയുടെ ഷേപ്പിലുള്ളൊരു ഗ്ലാസ് ആയ കാരണം കൊണ്ടാണ്, അതായത് ഒരു മഗ്ഗായ കാരണം കൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. അങ്ങനത്തെ ഒക്കെ മഗ്ഗ് കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിക്കോളൂ. അല്ലാണ്ട് ഉള്ള ഗ്ലാസ് മഗ്ഗിലൊക്കെ ചെയ്യുമ്പോൾ തോനെ ക്ലേ വേണ്ടി വരും. അതായത് വേറെ ഷേപ്പിലൊക്കെ ഉള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുടെ ഇങ്ങനെ ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വേണം. പിന്നെ വലിയതൊക്കെ ആകുമ്പോൾ തോനെ ക്ലേ വേണ്ടി വരും. ഇതിപ്പോൾ പകുതി ക്ലേ ആണ് ഞാൻ ഒരു പറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മൗൾഡിറ്റ് പാക്കറ്റ് ഫുൾ ഉണ്ടെങ്കിൽ 2 പറ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വലിയ മഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇതേപോലെ പറയുടെ ഷേപ്പിലുള്ള, ഞാൻ കാണിച്ചു തരാം ഏറ്റവും അവസാനം, ഞാൻ അതേപോലത്തെ ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഞാനിത് നന്നായിട്ട് ഷേപ്പിൽ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വരകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വര ഇട്ട് കൊടുത്തിട്ട് അവസാനം വലിയ കാര്യം ഉണ്ടായില്ലേ, കാരണം ഇത് നമ്മളിങ്ങനെ പിടിക്കും തോറും അതിങ്ങനെ മാഞ്ഞു പോവാണ് ഉണ്ടായത്. എന്നാലൊക്കെ ഭംഗിക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കുഞ്ഞിതല്ലേ, മിനി ബോട്ടിലല്ലേ, പെയിൻറ്റിൻ്റെ ബോട്ടിൽ എന്തോരം ഉണ്ടാകും, നമുക്ക് അധികം വർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അത് കാരണം കൊണ്ട് ഞാൻ അധികം ഡിഫൈൻസ് ഒന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ടീമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാച്ചുണ്ടെങ്കിൽ പറയുടെ ഒക്കെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. പിന്നെയെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ മാലയുടെ ഒക്കെ ഒരു കൊളുത്തുകൾ ഉണ്ടാവില്ലേ, വട്ടനുള്ളത്, കമ്മലിൻ്റെ ഒക്കെ, അതാണ് നമ്മുടെ ഈ പറയുടെ കാതായിട്ട് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ പിടിക്കില്ലേ, പറ അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് കാതായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് നമ്മളിത് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു മഞ്ഞ പെയിൻറ്റ് ഞാനൊരു ബേസ് കോട്ട് എന്ന നിലയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കോപ്പർ കളറാണ്, മെറ്റാലിക് കോപ്പർ പെയിൻറ്റ് കൊണ്ട് അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബ്രഷ് കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പാടൊക്കെ വരുന്ന കാരണം കൊണ്ട് പിന്നെ ഞാൻ സ്പോഞ്ച് കൊണ്ടാക്കി. എന്നിട്ട് ഈ കോപ്പറിൻ്റെ മുകളിലോട്ട് ഞാൻ മെറ്റാലിക് ഗോൾഡും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരിട്ട് ഗോൾഡൊക്കെ അടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ കറുത്ത കളറുള്ള അതൊക്കെ ഉണ്ട്, പറയൊക്കെ ഉണ്ട് കേട്ടോ, കറുപ്പും ഗോൾഡും കൂടിയിട്ടുള്ളത്, ചെമ്പിൻ്റെ കളറ്, പിന്നെ ഗോൾഡിൻ്റെ കളറ്, അങ്ങനെ പല പറകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ കളേഴ്സ് ഏതാ അവൈലബിൾ എന്നുള്ള പോലെ
നമുക്ക് ചെയ്യാം. മെറ്റാലിക് ഗോൾഡ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല, ഒരു തിളക്കമായിക്കോട്ടെ വെച്ചിട്ടാണ്. നമ്മുടെ ഗോൾഡൻ യെല്ലോ ഒക്കെ ആയാലും മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണുന്ന സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുടെ നടുക്കിൽ ഇങ്ങനെ ഒരു ഒരു കമ്പി പോലെ ഉണ്ടാവും കേട്ടോ, നടുക്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ടേ. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടില്ല, കാരണം ഞാനിതിൽ നമ്മുടെ എന്തെന്ന് പൂങ്കുല ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇപ്പം ചെയ്ത് നോക്കിയപ്പോൾ അത് ഫ്ലോപ്പായി പോയ കാരണം കൊണ്ടാണ് ഞാനതിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടുക്കിലത്തെ ആ പിടി ഞാൻ ചെയ്യാത്തത്. അപ്പോൾ പറ മാത്രമായിട്ട് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ നടുക്കിലൊരു വടി, അതായത് ഒരു കമ്പി പോലെ ഉണ്ട്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ടീം അക്കൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു കപ്പ് ഉണ്ടെങ്കിൽ മുകളിലും താഴെയും പിന്നെ ആ ഗോൾഡനോട് ചെയ്തിട്ടുള്ളത് മാത്രമേ ഞാൻ ക്ലേ കൊണ്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ വെറുതെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ മഗ്ഗുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ പെയിൻറ്റിൻ്റെ ബോട്ടിൽ കൊണ്ടുള്ളതും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെക്കാനുള്ള പൂങ്കുല ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ. ആൻഡ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോടും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വേഗം ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമുക്ക് പൂങ്കുലയുടെ വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.